LDFിനെതിരെ, പ്രത്യേകിച്ച് CPMനെതിരെ വോട്ടെടുപ്പിന് മുമ്പ് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണമുണ്ട്. BJPയും CPMും തമ്മിൽ ഡീലാണ് എന്ന് ആരോപണം. ആരൊക്കെയാണ് ആരോപണം ഉയർത്തിയത്? കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗുണ്ട്. അവരോടൊപ്പം ചേർന്ന് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ശരിയാണ് UDF നേതാക്കൾ പറയുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില വാർത്തകൾ നൽകിക്കൊണ്ടേയിരുന്നു. കോൺഗ്രസ് നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ സാധൂകരിക്കുന്ന വാർത്തകളാണ്. വ്യാജ വാർത്തകൾ പോലും നമ്മുടെ മാധ്യമങ്ങൾ നൽകി BJPയും CPIയും തമ്മിൽ ധാരണയുണ്ട് എന്ന പ്രതീതി ജനിപ്പിക്കാൻ. അതിൽ കുറച്ചൊക്കെ വിജയം UDF നേടുകയും ചെയ്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും വീടുകളിൽ കയറിയിറങ്ങി നടത്തിയ പ്രധാനപ്പെട്ട പ്രചാരണം CPM BJP ഡീൽ എന്നായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആരൊക്കെ തമ്മിലായിരുന്നു ഡീൽ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെയാണ് UDF നേതാക്കൾ പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആരാണ് വിളിച്ചു പറയുന്നത്? BJPയുടെ അണികൾ തന്നെയാണ്. ഒരു പ്രകടനം നമുക്ക് ആദ്യം കാണാം. BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയുടെ കോലവും എടുത്താണ് BJP പ്രവർത്തകർ തന്നെ പ്രകടനം നടത്തുന്നത്. ഇതിനു വേണ്ടി പണം തട്ടി ഒറ്റുകൊടുത്തു BJPയുടെ വോട്ടുകൾ മറിച്ചുവിറ്റു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരസ്യമായി പ്രകടനം നടത്തി പ്രഫുൽ കൃഷ്ണയുടെ കോലം കത്തിക്കുന്നു തെരുവിൽ വെച്ച്. 3 മണ്ഡലങ്ങളുടെ പേരുകളാണ് പ്രധാനമായും എടുത്തു പറയുന്നത്: നാദാപുരം, കുറ്റ്യാടി, അതോടൊപ്പം തന്നെ വടകരയും. നാദാപുരത്ത് UDF സ്ഥാനാർത്ഥി KM അഭിജിത്തിന് വേണ്ടി BJP വോട്ട് മറിച്ചു. അതൊക്കെ പോട്ടെ, മുസ്ലിം ലീഗിന് വേണ്ടി IUML സ്ഥാനാർത്ഥിക്ക് വേണ്ടി കുറ്റ്യാടിയിൽ വോട്ട് മറിച്ചു. പാറക്കൽ അബ്ദുള്ളക്ക് വേണ്ടി പറയുന്നത് BJP പ്രവർത്തകരാണ്, BJPയുടെ പ്രാദേശിക നേതാക്കളാണ്. അതോടൊപ്പം തന്നെ വടകരയിൽ KK രമയ്ക്ക് വേണ്ടി വോട്ട് BJP മറിച്ചു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ വെറുതെ ഉന്നയിക്കുന്നതല്ല, നടപടിയെടുക്കേണ്ടി വന്നു BJP നേതൃത്വത്തിൽ. ആർക്കെതിരെയാണ്? വടകര മണ്ഡലത്തിൽ VT വിനീഷ്, AV ഗണേശൻ, P ശ്യാംരാജ് കൂരിയാട് എന്നിവർക്ക് എതിരെ നടപടിയെടുത്തു BJP ജില്ലാ നേതൃത്വം. നാദാപുരം മണ്ഡലത്തിൽ രവി മാസ്റ്റർ വെള്ളൂർ, പത്മകുമാർ, PP രാജൻ, PK ബിജീഷ്, നാണു മഞ്ചക്കൽ, EK ബാബു തുടങ്ങിയവർക്കെതിരെയും നടപടിയെടുത്തു. എന്താണ് പറഞ്ഞത്? ഗുരുതരമായ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാൽ താഴെ പറയുന്നവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ അനുമതിയോടെ പുറത്താക്കിയതായി അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഫുൽ കൃഷ്ണയുടെ വാർത്താക്കുറിപ്പാണ്. പ്രഫുൽ കൃഷ്ണയാണ് വോട്ട് മറിക്കലിന് കൂട്ടുനിന്നത് എന്നാണ് പുറത്താക്കിയവർ പറയുന്നത്. പ്രഫുൽ കൃഷ്ണയാണ് UDFുമായി ധാരണയുണ്ടാക്കിയത് എന്ന് പറയുന്നത് പുറത്താക്കിയവർ തന്നെയാണ്, പ്രാദേശിക നേതാക്കൾ തന്നെയാണ്. പ്രഫുൽ കൃഷ്ണയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത്, വലിയ തട്ടിപ്പ് നടത്തിയത് എന്ന് പറയുന്നത് BJP നേതാക്കൾ തന്നെയാണ്. രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് പണം വാങ്ങി വോട്ട് മറിച്ചു എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. പരസ്പരം ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുകയാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഇവർ തമ്മിൽ കൃത്യം ഡീലുണ്ടായിരുന്നു. ഡീൽ യഥാർത്ഥത്തിൽ BJPയും UDFും തമ്മിലായിരുന്നു. പ്രാദേശിക തലത്തിലുണ്ടാക്കിയ ഡീലാണ്. തിരുവനന്തപുരം ജില്ലയിൽ നമുക്കത് കാണാം. ആരും ഇതുവരെ പ്രതിഷേധം ഉയർത്താത്തത് കൊണ്ട് അതിപ്പോൾ ആളിക്കത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നേമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ വോട്ട് ചെയ്യാൻ കോൺഗ്രസ് ധാരണയായിട്ടുണ്ട്. അതിന് പകരമായി വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ K മുരളീധരന് BJP വോട്ട് മറിക്കും. അതോടൊപ്പം തന്നെ VS ശിവകുമാറിന് അരുവിക്കരയിൽ BJP വോട്ട് കൊടുക്കും. മറിച്ച് തിരുവനന്തപുരം സിറ്റിയിൽ VS ശിവകുമാറിൻ്റെ ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കളൊക്കെ BJPക്ക് വോട്ട് ചെയ്യും. ഇങ്ങനെ വലിയ ധാരണയാണ് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പുറത്തു വരും. വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കുമ്പോൾ നമുക്കത് പറയാൻ കഴിയും. പക്ഷേ ഇപ്പോൾ തന്നെ കോഴിക്കോട് ജില്ലയിൽ UDF BJP ധാരണയുടെ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ കോഴിക്കോട് BJPയിൽ നടക്കുന്നത്.